ഫയല് തിരികെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. എന്റെ വിഷമം കണ്ടിട്ടല്ല ഫയല് തന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പോട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനും ഭർത്താവെന്ന നിലയിൽ നന്ദുവും കുറെ ദിവസങ്ങളായിട്ട് രണ്ട് ധ്രുവങ്ങളിലാണ്. അതിനെക്കുറിച്ച് ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ പറയുകയും ചെയ്തു. നന്ദുന്റെ കാരണങ്ങളുണ്ടാവും. എന്തായാലും മണിയാറിലെ ഹോം സ്റ്റേയിൽ നന്ദുവും ഇസബെല്ലയും ഒരുമിച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഞാൻ ആഗ്രഹിച്ചത് മൊബൈലിൽ കണ്ടത് തെറ്റായ കാര്യങ്ങളായിരിക്കണമെന്നാ. പക്ഷെ ആഗ്രഹിച്ചത് നടന്നില്ല. ഇനിയൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം അച്ഛന്റെയും അമ്മയുടെയും നന്ദുന്റെയും സാന്നിധ്യത്തിൽ തന്നെ അറിയിക്കുക. നമ്മൾ പിരിയുന്നു. വിരട്ടാനും പേടിപ്പിക്കാനും ഒന്നും പറയുന്നതല്ല, ആലോചിച്ചെടുത്ത തീരുമാനം. രണ്ടു കൂട്ടരും സമ്മതിച്ചിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ ആണെങ്കിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെന്നാണ് അറിയുന്നത്. എനിക്ക് നഷ്ടപരിഹാരമോ പ്രതിമാസമുള്ള ചിലവോ ഒന്നും വേണ്ട. ഒപ്പിട്ട് ഒന്നും ഒഴിവാക്കി തന്നാ മതി. മോളെ, അമ്മേ വേണ്ട. എല്ലാം സൗഹൃദപരമായി അവസാനിപ്പിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ തീരുമാനം മാറില്ല, ആർക്കും മാറ്റാനും പറ്റില്ല. ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇറക്കി വിടുന്നതിനേക്കാൾ ഞാനായിട്ട് തന്നെ ഇറങ്ങുമ്പോ വിഷമം കുറയുമല്ലോ. നന്ദു ആഗ്രഹിക്കുന്നൊരു ജീവിതമുണ്ട്. ഞാനവിടെ ഒരു വഴിമുടക്കേട്ട് നിൽക്കുന്നില്ല. മോളെ, നീ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. നമുക്ക് സംസാരിച്ച് തീർക്കാം. സംസാരിച്ച് തീർക്കാനോ? എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് ഒരു മുറിയിൽ രാത്രി ചെലവഴിച്ചിട്ട് സംസാരിച്ച് തീർക്കാനോ?